പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോ ഞാൻ ഈ പ്രസിഡന്റിനെ ഒന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗ്രീൻവുഡ് മലയാളികളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ചു മുന്നേ എനിക്കൊരു പരാതി ലഭിച്ചിരുന്നു. മറ്റാരിൽ നിന്നുമല്ല, സാക്ഷാൽ മാവേലി തമ്പുരാൻ്റെ കയ്യിൽ നിന്നാണ്. നമ്മുടെ ഗ്രീൻവുഡ് സന്ദർശനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കിരീടം മോഷണം പോയി എന്ന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങളാരും വിഷമിക്കേണ്ട, കിരീടം കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തുവാടോ, ഞാൻ രാജിവെച്ച് പോയ കിരീടം തിരിച്ചു കിട്ടുമോ? താൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, ആ കമ്മീഷനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. തലശ്ശേരി പോലീസ് ക്ലബ്ബിൽ നല്ല ഉഗ്രൻ ബിരിയാണിയും സുലൈമാനിയും അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാർ വിളിച്ചത്. എനിക്ക് ഫുഡ് ഒരു വീക്ക്നെസ് ആണെന്ന് സാറിന് അറിയാമല്ലോ. എന്നിട്ടും ഞാൻ സാർ വിളിച്ചപ്പോൾ തന്നെ പുറപ്പെട്ടു. കാരണം എനിക്ക് സാറിനെ വലിയ ഇഷ്ടമാണ്. സാറിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശിയെ ഓർമ്മ വരും, ഗൗരി മുത്തശ്ശി. കാരണം മുത്തശ്ശിക്ക് സാറിനെ പോലെ മീശയില്ലായിരുന്നു. തന്നോട് കൊച്ചു വർത്താനം പറയാനല്ല ഞാൻ വിളിപ്പിച്ചത്. എന്തായടോ കേസ് അന്വേഷണം? വല്ല തുമ്പും കിട്ടിയോ? എനിക്കൊരു ഉത്തരം ഇപ്പം കിട്ടണം. താൻ കുറേ നേരമായാലും അന്വേഷിക്കണത്. ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കാത്ത എന്താ? എനിക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. എനിക്ക് മുകളിൽ നിന്ന് മാത്രമല്ല സർ, പലയിടത്തു നിന്നും പ്രഷറുണ്ട്. ഏത് സമയത്തും പൊട്ടാം. സാറിന് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഈ കോൾ വരുമ്പോൾ ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ, അതും നൈറ്റ് കോമ്പിങ്ങിന്റെ ഇടയിൽ. അതെന്താ, രാത്രി മുടി ജീവിക്കൊണ്ടിരുന്നപ്പോഴാണോ? തൻ്റെ തലയിൽ എന്താ പേനുണ്ടോ? പ്രസിഡന്റ് ആണോ എന്നൊന്നും ഞാൻ നോക്കില്ല. ഒറ്റ കീറി വെച്ച് തന്നാൽ താൻ അവിടെ കിടക്കും. അടിച്ചു കയറി വാ എന്ന് പറഞ്ഞാൽ പോലും തനിക്ക് കയറി വരാൻ പറ്റില്ലടോ. പിന്നെ തന്റെ കിരീടവും ചെങ്കോലും അത് ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നു. ഓ ഷിറ്റോ, അത് പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? മോഹൻ തോമസിന്റെ ഉത്തിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടിച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഈ ഗ്രീൻവുഡ് ഞാൻ ഇങ്ങനെ എടുക്കുക. ഏത് മോഹൻ തോമസ്, ഏത് ഉച്ചിഷ്ടം, ഏത് അമേദ്യം, ഇവനൊക്കെ എവിടെ നിന്ന് വന്നത്? ഓ, ഇതൊരു ഹൈ ലെവൽ കേസായി പോയി. കിരീടം കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ തെറിക്കും. വളരെ സങ്കീർണതയിലുള്ള കേസായതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം ഞാൻ വേറെ 2 പ്രഗത്ഭരെ കൂടി ഏൽപ്പിച്ചിരുന്നു. കുപ്രസിദ്ധ അന്താരാഷ്ട്ര കൊലയാളി പവനായിയെ വളരെ നിസ്സാരമായി കൊന്നുകളഞ്ഞവർ അനന്തൻ നമ്പ്യാർ, പെരേര, കോവൈ വെങ്കടേഷ്, പോൾ ബാർബർ എല്ലാവരും ഇന്ന് ജയിലിലാണ്. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? 2 മലയാളി ചെറുപ്പക്കാർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിലെ 2 ചുണക്കുട്ടന്മാർ, CID ദാസൻ ആൻഡ് CID വിജയൻ. ഈ കേസ് ഞാൻ അവരെ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാൻ അവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു. വരൂ CID ദാസൻ. CID ദാസൻ, ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്. കിരീടം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണം. കണ്ടുപിടിക്കാം. ഇതൊരു നിസ്സാര കേസാണ്. ഞാൻ ഇതുപോലത്തെ എത്രയോ കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. എത്ര കാണാതായ കിരീടം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺസ്റ്റബിൾ വിജയൻ, സാറിനൊന്ന് പറഞ്ഞു കൊടുക്കൂ. കിരീടം കാണാതെ പോയിട്ട് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി അല്ലേ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ, കിരീടം കാണാതെ പോയിട്ട് ഇപ്പൊ കുറച്ച് മണിക്കൂറുകളായി. ഈ കിരീടത്തിന് ഏകദേശം എത്ര ഭാരം വരും? ഐ മീൻ വെയിറ്റ്. എനിക്കൊന്നും അറിയത്തില്ല. ഓക്കെ. ഈ മാവേലിക്ക് ഏകദേശം എത്ര ഭാരം വരും? അയ്യോ, ഞാൻ ഇത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല.
കോൺസ്റ്റബിൾ വിജയൻ, പറയൂ, മാവേലിക്ക് ഏകദേശം എത്ര ഭാരം വരും? അതിപ്പോ ഈ മാവേലിയെ കണ്ടിട്ട് നല്ല തൂക്കമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ മാവേലിയുടെ തൂക്കം അറിഞ്ഞിട്ട് എന്തിനാ? മാവേലി അല്ലല്ലോ കാണാതെ പോയത്, കിരീടമല്ലേ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇവിടെ പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ല, പുരാവസ്തു എന്ന് പറയുമ്പോ കോൺസ്റ്റബിൾ വിജയൻ, നോട്ട് ദ പോയിന്റ്. കുഴപ്പമില്ല, കോൺസ്റ്റബിൾ വിജയൻ അതിനുള്ള ഏർപ്പാട് ചെയ്യൂ. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചോളാം. കോൺസ്റ്റബിൾ വിജയൻ, അതിനു മുന്നേ ഒരു നിമിഷം ഇവിടെ വരൂ. 1 മിനിറ്റ്. പറയൂ കോൺസ്റ്റബിൾ വിജയൻ. മനുഷ്യനെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാണ്. ഈ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ എന്ന വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ ഈ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്, അത് മറക്കണ്ട. അതങ്ങ് അവിടെ തമിഴ്നാട്ടില്, ഇവിടെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ വെറും H1B ആണെന്ന് നീ മറക്കരുത്. CID-ല് H1 CID, GCCID എന്നൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. ഇത് നീ ആവർത്തിച്ചാൽ ഞാൻ മഹാതറയാകും. ഇനി എന്ത് തറയാകാൻ? ഓക്കെ, കോംപ്രമൈസ്, ഡ്യൂട്ടി ഫസ്റ്റ്. അതെ, കേസിന് വല്ല തുമ്പം കിട്ടുമോ? എനിക്കതാണ് അറിയേണ്ടത്. ഉണ്ട് സർ, മോഷ്ടാവ് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ആര്, ഞാനോ? ചേച്ചേ, അല്ല സർ, മോഷ്ടാവ് ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. കോൺസ്റ്റബിൾ, സോറി, ഓഫീസർ വിജയൻ, നമ്മുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ സാറിനൊന്ന് കാണിച്ചു കൊടുക്കൂ. ഓപ്പൺ ദ ബോക്സ്, പെട്ടി തുറക്കൂ. അയ്യോ, ആ പെട്ടിയൊക്കെ തുറക്കാൻ വരട്ടെ. കുറെ നാളായല്ലോ നിങ്ങൾ ഈ കേസുമായിട്ട് നടക്കുന്നു. CID-കളാണ് പോലും. തുമ്പിയെപ്പോലും പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകണം. പ്രസിഡന്റ് ഇത് CBI വെക്കാതിരിക്കൂ. എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതും ഏർപ്പാട് ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പൊ ഇവിടെ എത്തും. ഇതെന്താ, ബോബന് മോളിലെ പട്ടിയോ? I am സേതുരാമയ്യർ ഫ്രം SBI. SBI-യോ? ഞങ്ങൾക്ക് ലോണൊന്നും വേണ്ടായേ. Sorry, this is Seduramayyar from CPIM. We are from Kerala Congress. ഇയാൾ എന്ത് തേങ്ങ ഈ പറയുന്നേ? തൊലച്ചു. വിക്രം, ഡോണ്ട് ഡു. നീ ഒരു മണ്ടനാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരെ കൂടി അറിയിക്കണോ? ഡോണ്ട് ഫോർഗെറ്റ്, വി ആർ ഫ്രം CBI. ഓഹോ, നിങ്ങളാണോ CBI തുമ്പുണ്ടാക്കാൻ വന്നവർ? ഒരു തവണ ചക്ക വീണ് മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും ചാകണമെന്നില്ലല്ലോ അയ്യരെ. ചാകേണ്ട മുയലാണേ എപ്പോൾ വേണമെങ്കിലും ചാകാം മിസ്റ്റർ ദാസൻ. എന്തേലും കാണാണ്ട് പോയോ സർ? ഒന്നും കാണാതെ പോയില്ല. അതെൻ്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാണ്. സർ, ഇതാണ് പ്രസിഡന്റ്. ഭയങ്കര യങ്ങാണല്ലോ മിസ്റ്റർ പ്രസിഡന്റ്. അപ്പോൾ പറയൂ, എന്തിനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? യങ്, അടുത്ത വർഷം പെൻഷൻ ആകാനുള്ളതാണ്. ഓ, കണ്ടാൽ പറയില്ല കേട്ടോ. സാറേ, ഞാൻ പറഞ്ഞിരുന്നു, ആ മാവേലി തമ്പുരാൻ്റെ കിരീടം മോഷണം പോയി. സാർ എങ്ങനെയും അത് കിരീടം കണ്ടെത്തി തരണം. ആ കമ്മീഷണറും ആ CID-കളും കംപ്ലീറ്റ് കുളമാക്കി. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. ഇതാണോ വരാൻ പറഞ്ഞത്? വഴിയുണ്ടാക്കാം. വിക്രം, ആ കേസ് ഫയൽസിങ് വാങ്ങി തരൂ. സമയം എത്രയായി? ഈ വാച്ച് ഓടുന്നതാണോ?
വിക്രം, കം ഹിയർ. വിക്രം, ടച്ച് വൺ ഫിംഗർ. Ingi pingi pongi, father had a donkey. Ingi cried, father cried. Ingi pingi pongi. ഡോണ്ട് കൺഫ്യൂസ് വിക്രം, ചൂസ് വൺ ഫിംഗർ. മോഷ്ടാവ് നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെ. CBI എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. മോഷ്ടാവ് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സർ, അതിന് നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ. തെളിവുകളില്ലെങ്കിൽ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കും. അതാണല്ലോ CBI. ഹോ, സാർ ഒരു സംഭവം തന്നെ. അശ്വതി കൊല്ലപ്പെട്ട രാത്രി അശ്വതിയെ കൊല്ലാൻ ഉപയോഗിച്ച സാരി വാങ്ങാനായി മോഹനുമായി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള രോഹിണി ടെക്സ്റ്റൈൽസിൽ നിങ്ങളും മോഹനും സാരി മേടിക്കാനായി പോയിരുന്നു. താൻ എന്തൊക്കെയായി പറയുന്നത്? സോറി, അശ്വതി കൊലക്കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിടയിലാണ് ഈ കേസിൻ്റെ കോൾ വന്നത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ. ഐ ആം ദ സോറി മിസ്റ്റർ പ്രസിഡന്റ്. ഞങ്ങൾ സംശയിക്കുന്ന മോഷ്ടാവ് ഈയിടെ ഒരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിക്രം, നോട്ട് ദ പോയിന്റ്. മുഖം വ്യക്തമല്ല, ബട്ട് അവനൊരു അതിബുദ്ധി കാണിച്ചു. അവൻ റീലിന് ലൈക്ക് കൂട്ടാൻ ആ കിരീടം ഉപയോഗിച്ചു. വിക്രം, നോട്ട് ദ പോയിന്റ്. അതാണ് ഈ കേസിൻ്റെ പ്രധാന തെളിവ്. ബിഫോർ ദാറ്റ് വിക്രം, ഗീവ് മീ ദ ഫയൽ. ഇതെന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നത്? നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. ഇത് മാത്രമേ ഉള്ളല്ലോ. വിക്രം, താനൊരു മണ്ടനാണെന്ന് എനിക്കറിയാം. അത് ബാക്കിയുള്ളവരെ കൂടി അറിയിക്കണോ? വിക്രം, നൗ ബ്രിങ് ദ ഡമ്മീസ് ഫാസ്റ്റ്. സർ, ഈ കേസിൽ ഡമ്മി അത് വേണം വിക്രം, അത് വേണം. നമ്മൾ ആ റീൽ ഇവിടെ റിക്രിയേറ്റ് ചെയ്യുന്നു. കുറ്റവാളിക്ക് ഒരു സംശയവും തോന്നരുത്. വിക്രം, ബ്രിങ് ദ ഡമ്മീസ്. ഇത് തെളിയിക്കാൻ താങ്കളുടെ ഒരു ഹെൽപ്പ് വേണം മിസ്റ്റർ പ്രസിഡന്റ്. ഈ ഓണപരിപാടിക്ക് ഒരു റീൽ കോമ്പറ്റീഷൻ വെക്കണം. ഞങ്ങൾ സംശയിക്കുന്ന കുറച്ച് പേര് അതിലുണ്ടാവും. ഇവർക്ക് ഒരു സംശയവും തോന്നരുത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേക്കാം. ഞാൻ അവനെ പൂട്ടാൻ പോകുകയാണ്. മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ പോകുകയാണ്. വിക്രം, ബ്രിങ് ദ ഡമ്മീസ്.
എൻ്റെ DJ കുട്ട 007 എന്ന ഇൻസ്റ്റ അക്കൗണ്ട് നിങ്ങളുടെ ആരുടെയിലുമാണോ? അല്ല, എന്നാൽ എൻ്റെ DJ കുട്ട 007 എന്ന ഇൻസ്റ്റ അക്കൗണ്ടിലെ DJ ഡോണി ജോൺ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ മിസ് മഞ്ജു ജോൺ? ഈ DJ ഡോണി ജോൺ അത് നിങ്ങളുടെ ഭർത്താവല്ലേ മിസ് മഞ്ജു? ഇതിൽ നിന്ന് റീൽ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ മിസ്സസ് മഞ്ജു ജോൺ? പുരാവസ്തുക്കൾ ശേഖരിക്കുമ്പോൾ നമ്മുടെ മഹാബലിയെ പോലും വെറുതെ വിട്ടില്ല അല്ലേ നിങ്ങൾ? അയ്യോ എന്റെ ഡോണിച്ചായ, നമ്മൾ പെട്ടു. ഇനി നിങ്ങൾക്ക് അഭിമാനത്തോടെ കിരീടവും ചെങ്കോലുമായി ഓണം ആഘോഷിക്കാം. ഇനി വേറെ കേസൊന്നുമില്ലല്ലോ മിസ്റ്റർ പ്രസിഡന്റ്. ആ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ കൂടി ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ. എടാ മോനെ, ആടിൻ മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നത്തിൽ വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടിച്ചു വച്ച സ്വർഗം പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ചെയ്യണം. ഒരു സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ് ക്രൈം ബ്രാഞ്ച് 3, 2, 1 ഗോ. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അത് മറക്കുന്നു. അബ്രാമി മഞ്ജു റെഡിയാണോ? അല്ലല്ല പൊക്കോ പൊക്കോ. ഞാൻ